പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം. ഇന്ന് അതായത് ഓഗസ്റ്റ് 9 വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുമായി സംസാരിക്കാനിടയായി. ഇന്ന് രാവിലെ തുടങ്ങി ഉച്ച കഴിയുന്നത് വരെ ഞാനൊരു 4 മഹത് വ്യക്തിത്വങ്ങളോടൊപ്പമായിരുന്നു. അതിൽ പ്രകൃതി ചികിത്സയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വന്നു. അതിലൊരു മഹത് വ്യക്തിക്ക് എന്നെ പരിചയമില്ല. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തിയ അദ്ദേഹത്തെ, ഇപ്പോൾ പ്രകൃതി ചികിത്സയൊക്കെയാണ് എന്നെ പരിചയപ്പെടുത്തിയ മഹത് വ്യക്തിത്വം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പ്രമേഹം എൻ്റെ ചികിത്സയ്ക്ക് വന്നാണ് മാറിയത്. ഇപ്പോൾ വീണ്ടും 2 ആഴ്ച കൂടെ വന്ന് കിടക്കണമെന്നാണ് കരുതുന്നത്. പക്ഷെ തിരക്കുകൾ കൊണ്ട് സമയം കിട്ടുന്നില്ല. അദ്ദേഹം ഒരു ആത്മീയ ആചാര്യനാണ്. ഇപ്പോൾ സമയം കിട്ടുന്നില്ല ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ പുതിയ മഹത് വ്യക്തിത്വം അദ്ദേഹം പറഞ്ഞു, അത് ഞാനും ഒരിക്കൽ പോയിട്ടുണ്ട്, അവിടെ വെച്ചത് മാറും, പിന്നെ നമ്മൾ തിരിച്ചു വന്നു കഴിയുമ്പോൾ നേരെ പഴയതുപോലെ തന്നെയാകും. അപ്പം അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രമേഹമാണ്. അദ്ദേഹത്തിൻ്റെ പ്രമേഹം പ്രകൃതി ചികിത്സയ്ക്ക് വന്നപ്പോൾ മാറിയതാണ്, നോർമലായതാണ്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ വീണ്ടും കൂടി. ഞാൻ അദ്ദേഹത്തോട് എനിക്ക് അങ്ങനെ കടുപ്പിച്ച് പറയാൻ പറ്റില്ല. എന്നാലും ഞാൻ പറഞ്ഞു, അത് വേറൊന്നും കൊണ്ടല്ല, പ്രകൃതി ചികിത്സയ്ക്ക് നിങ്ങൾ 10-15 ദിവസങ്ങൾ പോയി താമസിച്ചു എന്ന് കരുതി ഒറ്റയടിക്കൊരു മോചനം ഒരു രോഗത്തിൽ നിന്നും കിട്ടില്ല. മോചനം കിട്ടാനുള്ള വഴി എന്താണ് എന്ന് പഠിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് ശീലിക്കാനേ സാധിക്കുന്നുള്ളൂ. അത് തുടരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ പ്രകൃതി ചികിത്സാലയത്തിൽ നിന്ന് ചെയ്യുന്ന രീതിയിൽ അതുപോലെ കഠിനമായി ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ കാര്യങ്ങൾ അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ചെയ്യാനും പറ്റില്ല. വളരെ ചെറിയ കാര്യങ്ങളെ തുടരാൻ പറയാറുള്ളൂ. ഒരു നേരത്തെ ഭക്ഷണം, അതിലാണ് പലപ്പോഴും നിയന്ത്രണം പറയുക. നിങ്ങൾ വേവിക്കാതെ പച്ചക്കറികൾ ചമ്മന്തിയായിട്ടും സാലഡുകളായിട്ടും കഴിക്കണം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കണം. ചിലപ്പോൾ പുളിയുള്ള പഴങ്ങളെന്ന് പറയും, അല്ലെങ്കിൽ മധുരമുള്ള പഴങ്ങൾ വേർതിരിച്ച് കഴിക്കണം. അങ്ങനെയൊക്കെയാണ് ഒരു നേരത്തെ ഭക്ഷണം പറയുക. പാടില്ല എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യാതെ നോക്കണം. അതെന്താണ്? വൈകി ഉറങ്ങരുത്, നേരത്തെ ഉറങ്ങണം, സമയത്ത് കിടന്നുറങ്ങണം. പഞ്ചസാര കഴിക്കരുത്, മൈദ കഴിക്കരുത്, വനസ്പതി ഡാൽഡ കഴിക്കരുത്, എണ്ണയിൽ വറുത്തു മൊരിച്ചെടുക്കുന്നത് കഴിക്കരുത്. അത് കേടുപറ്റിയ നിങ്ങളുടെ അവയവം പൂർവസ്ഥിതിയിലാകുന്നത് വരെ ചെയ്യണം. അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വീണ്ടും പഴയ ഭക്ഷണ രീതിയിലേക്കൊക്കെ തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ പോവാം. എന്നാലേ ഞങ്ങൾക്കൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ പഠിപ്പിച്ചു തരുന്ന രീതി തന്നെ കഠിനമായി പ്രാക്ടീസ് ചെയ്ത് തെറ്റിക്കാതെ മുന്നോട്ടധികം പോയാൽ ഞങ്ങളുടെ കാര്യം കഷ്ടമാവില്ലേ? 10 ലക്ഷം അലോപ്പതി ഡോക്ടർമാരും 10 ലക്ഷത്തോളം പരമ്പരാഗത ബദൽ ചികിത്സകരും പ്രകൃതി ചികിത്സകരും ഒക്കെ ഉണ്ട്. 10-20 ലക്ഷം വരുന്ന ഡോക്ടർമാർക്ക് ഇന്ത്യയിൽ ജീവിക്കണ്ടേ? ആശുപത്രികൾ നിലനിൽക്കണ്ടേ? അതുകൊണ്ട് നിങ്ങളെല്ലാം ഞങ്ങൾ ജീവിക്കുന്നത് പോലെ ചിട്ടകൾ പാലിച്ച് രോഗമില്ലാതെ ജീവിച്ചാൽ നമ്മുടെ ഭാരതത്തിൻ്റെ GDP അങ്ങ് ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമാവില്ലേ? ഏതായാലും പ്രകൃതി ചികിത്സാലയത്തിൽ പോകുന്ന നിങ്ങൾ നേച്ചർ ലൈഫിലേക്ക് വന്ന് ആ രീതി 15 ദിവസം ചെയ്ത് അത് കഴിഞ്ഞ് അത് ആസകലം തെറ്റിച്ച് സുഖമായി ജീവിക്കാമെന്ന് കരുതിയാൽ ശരിയാവില്ല. അതല്ല അതിൻ്റെ വഴി. ജീവിതകാലം മുഴുവനും പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കണം എന്ന വിധി കിട്ടിയ നിങ്ങൾ ആ മരുന്നുകൾ കഴിച്ചും ഇൻസുലിൻ എടുത്തും മടുത്ത നിങ്ങൾ ഇതെല്ലാം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ രോഗങ്ങൾ വന്ന് അവയ്ക്കുള്ള മരുന്ന് കൂടെ കഴിക്കുന്ന നിങ്ങളൊക്കെയാണ് നേച്ചർ ലൈഫിലേക്ക് വരുന്നത്. അവിടെ വന്ന്
10 കൊല്ലം കഴിച്ച ഈ മരുന്നിൻ്റെ കെണികയിൽ നിന്ന് വെറും 10 ദിവസം കൊണ്ടോ 15 ദിവസം കൊണ്ടോ ചാടിപ്പുറത്ത് വന്ന് പറന്ന് നടക്കാമെന്ന് കരുതിയാൽ അത് ഒരതിര് കവിഞ്ഞ മോഹമല്ലേ? അങ്ങനെ നടക്കുന്നവർ ധാരാളം പേരുണ്ട്. പക്ഷേ ഒരു ജാഗ്രത വേണ്ടേ? നിങ്ങളുടെ ശരീരത്തെ നശിപ്പിച്ച, നിങ്ങളുടെ ശരീരത്തെ രോഗിയാക്കിയ, നിങ്ങളുടെ പാൻക്രിയാസിനെ തകർത്ത, നിങ്ങളുടെ രക്തത്തെ കട്ടയാക്കിയ, നിങ്ങളുടെ ശരീരത്തിൽ നീരുവീഴ്ചയുണ്ടാക്കിയ, തൈറോയിഡിനെ തകർത്ത ആ സാധനങ്ങൾ വീണ്ടും നിങ്ങൾ വാശി പിടിച്ച് കഴിച്ചുകൊണ്ടിരുന്നാൽ പതുക്കെ പതുക്കെ നിങ്ങൾ വീണ്ടും പഴയ രീതിയിൽ തന്നെ ആവില്ലേ? അതല്ലേ മനുഷ്യ ശരീരത്തിൻ്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു വാക്സിനോ, ഏതെങ്കിലും ഒരു മരുന്നിനോ, ഏതെങ്കിലും ഒരു സർജറിക്കോ, ആ സർജറിക്ക് പറ്റും, ആ അവയവം എടുത്ത് കളയുന്നതുകൊണ്ട് പിന്നെ ആ അവയവത്തിന് ഒരു കുഴപ്പവും പറ്റില്ല. സർജറിക്ക് മാത്രമേ നിങ്ങളെ ആ രീതിയിൽ മാറ്റിത്തരാൻ പറ്റുള്ളൂ. അതല്ല എങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണപാനീയങ്ങളിൽ നിന്ന് രക്തമജ്ജ മാംസാദികളായി നിരന്തരം സ്വയം പരിവർത്തനം ചെയ്യുന്ന, പുതുക്കുന്ന ഒരു സാധനമാണ് നിങ്ങളുടെ ശരീരം. അതിന് കിട്ടുന്ന സാധനം കൊണ്ട്, കിട്ടുന്ന പൊടി കൊണ്ട് അമ്മ ചപ്പാത്തി ഉണ്ടാക്കും. പൊടിയുടെ കുഴപ്പം ചപ്പാത്തിയിലുണ്ടാകും, പൊടിയുടെ മെച്ചവും ചപ്പാത്തിയിലുണ്ടാകും. അതുപോലെ ഈ ശരീരത്തിന് കിട്ടുന്ന ഭക്ഷണപാനീയങ്ങൾ കൊണ്ട് രക്തമജ്ജ മാംസാദികൾ നിരന്തരമായി ഉണ്ടാക്കുന്ന ശരീരമാണല്ലോ. 15 ദിവസം പ്രകൃതി ചികിത്സാലയത്തിൽ നേച്ചർ ലൈഫിൽ വന്ന് നിന്ന് പോയാൽ ത്വക്കിലെ കാര്യങ്ങൾ ശരിയാവാൻ 28 തുടങ്ങി 40 ദിവസം, കരളിനെ നേരെയാക്കാൻ 200 തുടങ്ങി 400 ദിവസം, വൃക്കകൾക്കുള്ള തകരാറാണെങ്കിൽ 3 കൊല്ലം, പാൻക്രിയാസും 1 കൊല്ലത്തിനപ്പുറമൊക്കെ എടുക്കും. ഒരു 2-3 പ്രാവശ്യം ഈ അവയവം പുതിയ ഭക്ഷണപാനീയങ്ങളിലൂടെ നന്നായി വരുന്നത് വരെ നിങ്ങൾ ജാഗ്രതയോടെ ജീവിക്കണം. മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പ്രകൃതിയിലേക്ക് വരുന്നതിൽ നേച്ചർ ലൈഫിൻ്റെ രീതികൾ നിങ്ങളെ സ്വതന്ത്രരാക്കും. നിങ്ങളൊരു മരുന്ന് കമ്പനിയുടെ അടിമകളാകുന്നില്ല, നിങ്ങളൊരു ആശുപത്രിയുടെ ആശ്രിതരാകുന്നില്ല, ഡോക്ടറുടെ കീഴിൽ അടിമയായി മാറുന്നില്ല. നിങ്ങൾ സ്വയം പര്യാപ്തത നേടുന്നു, സ്വാശ്രയത്വം നേടുന്നു. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ നയിക്കാൻ സാധിക്കും. അല്പം അച്ചടക്കം വേണം. ഇപ്പോൾ എൻ്റെ ഈ വിശിഷ്ട വ്യക്തി പറഞ്ഞു, ഞങ്ങൾ എല്ലായിടത്തും പോകേണ്ടവരാണ്, ചെല്ലുന്നിടത്ത് എന്താ കിട്ടുക അത് കഴിക്കേണ്ടി വരില്ല, കഴിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പറ്റണം. നിങ്ങളെപ്പോലുള്ള ആരാധ്യരായ മനുഷ്യർ വരുമ്പോൾ നിങ്ങൾ കഴിക്കുന്നതെന്ത്, നിങ്ങൾ ധരിക്കുന്നതെന്ത്, നിങ്ങൾ ഏതു തരത്തിൽ ജീവിക്കുന്നു, അതാണ് സമൂഹത്തിലേക്ക് പടരുന്നത്. മറ്റുള്ളവർ നിങ്ങളെയാണ് മാതൃകയാക്കി പകർത്തുന്നത്, ജീവിതത്തിൽ പകർത്തുന്നത്. അപ്പോൾ എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കും. അപ്പോൾ ഇത് ആരോഗ്യത്തിന് നല്ലതല്ല, നിങ്ങളും ആരോഗ്യത്തിന് നല്ലതല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കഴിക്കരുത് എന്ന് പറയാൻ കടമയുള്ളവരാണ് ആത്മീയാചാര്യന്മാരും സാമുദായിക നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും. പ്രത്യേകിച്ച് നമ്മുടെ കായിക താരങ്ങൾ, സിനിമാ താരങ്ങളിൽ 90% ആളുകളും കർശനമായ ചിട്ടകളാണ് അവരുടെ സൗന്ദര്യം കുറഞ്ഞു പോകാതിരിക്കാൻ, യൗവനം നഷ്ടപ്പെടാതിരിക്കാൻ. ലോകകപ്പ് ഫുട്ബോളിലെ താരങ്ങളുടെ ആഹാര രീതി ഒന്നെടുത്ത് നോക്ക്, എന്തുമാത്രം ജാഗ്രതയാണ്. ഫ്രഷ് വെജിറ്റബിൾ, ഫ്രഷ് ഫ്രൂട്ട്സ്, നട്ട്സ്, വീഗൻ ഡയറ്റിലുള്ളവർ, വെജിറ്റേറിയൻ ഡയറ്റിലുള്ളവർ, ഇറച്ചി മീനുമൊക്കെ കഴിക്കുമെങ്കിൽ റെഡ് മീറ്റ് കഴിക്കാത്തവർ, റെഡ് മീറ്റ് കഴിക്കുന്നവരിലാണെങ്കിൽ കൊഴുപ്പ് നീക്കി കഴിക്കുന്നവർ, ഫ്രഷായിട്ടുള്ളത് മാത്രം കഴിക്കുന്നവർ. എന്തൊരു ജാഗ്രതയാണ് അവർക്ക് ആഹാരത്തിൽ. അവരെ പിന്തുടരുന്നു എന്ന് പറയുന്ന ആരാധകരാകട്ടെ ഈ ഭാഗം കാണുന്നുമില്ല, ഈ ഭാഗം ആരും അധികം സംസാരിക്കുന്നുമില്ല. അതുകൊണ്ട് പുറത്തെല്ലാം പോകുന്നവർ, മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ പോകുന്നവർ,
വേണ്ട എന്ന് പറയാൻ, ഇത് ആരോഗ്യകരമല്ല എന്ന് പറയാൻ തയ്യാറാവണം. അങ്ങനെ ഞങ്ങളുടെ സംഭാഷണം ഏതാണ്ട് സമാപിച്ചു. ഉത്തരവാദിത്തപൂർവം ജീവിക്കാതെ അലസ ജീവിതം നയിച്ചുകൊണ്ട് അച്ചടക്കം പാലിക്കാതെ, അതിന് ന്യായം പറയാൻ പലതും ഉണ്ടാകും, പലതരത്തിലുള്ള ന്യായവും പറയാനുണ്ടാകും. പക്ഷേ ആരോഗ്യകരമായൊരു ജീവിതം വേണമെന്നുണ്ടെങ്കിൽ, ദുരിതം അനുഭവിക്കാതെ നന്നായി ജീവിച്ച് കടന്നു പോകാൻ കഴിയണമെങ്കിൽ അതിനതിൻ്റെതായ വില കൊടുത്തേ പറ്റൂ. ഉദാസീനതയരുത്. പലരും പറയുന്ന അർത്ഥമില്ലാത്ത ഇത്തരത്തിലുള്ള ന്യായീകരണങ്ങളിൽ പെട്ടുപോകരുത്. ഒരു പരിധി വരെയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റും, അത് കഴിഞ്ഞാൽ നരകിച്ചു മരിക്കേണ്ടതായി വരും. അതൊഴിവാക്കാൻ കഴിയണം. നിങ്ങളുടെ അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഉത്തരവാദിത്തപൂർവമായ ജീവിതം നയിക്കുകയാണോ വേണ്ടത്? കണ്ണി കണ്ടതൊക്കെ വാരി തിന്നും വലിച്ചു കുടിച്ചും തോന്നുന്നത് പോലെ കിടന്നുറങ്ങിയും ഉറങ്ങാതിരുന്നും ഒക്കെ ജീവിച്ച് പിന്നെ ആശുപത്രികളിൽ പോയി കയ്യിലുള്ള കാശ് കുടുംബം പണയം വെച്ചതുവരെ കൊടുത്ത് ICUയിലും വെന്റിലേറ്ററും എല്ലാം കിടന്ന് അങ്ങനെ പോകുന്നതാണോ നല്ലത്? എഴുതണം, കഴിയുന്നത്ര ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം.